വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രാഫ്റ്റ് നെസ്റ്റ് ബൈ അമ്രു. അപ്പോൾ ഇതെൻ്റെ ചാനലിലെ 4th ലോങ് വീഡിയോ ആണ്. അപ്പോൾ തമ്പനിയിൽ ശ്രദ്ധിച്ച പോലെ തന്നെ നമ്മൾ കുറച്ച് ഹോം മെയ്ഡ് ആയിട്ടുള്ള ജേർണൽ സപ്ലൈസാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ആർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ജേർണൽ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുമല്ലോ, എൻ്റെ കയ്യിൽ ജേർണൽ സപ്ലൈസ് ഒന്നും ഇല്ല പക്ഷേ ജേർണൽ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഷോപ്പുകളിൽ ഒരുപാട് മേടിക്കാൻ കിട്ടുന്നതാണ്, പക്ഷേ ചില ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടത്തില്ല. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാട്ടോ ഈ പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല റേറ്റിന് ഈ പാറ്റേൺ പേപ്പേഴ്സ് കിട്ടാറുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഒന്നും മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ വലിയ ഭയങ്കര ടഫായിട്ട് അങ്ങനെയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് A4 ഷീറ്റ് പേപ്പർ എടുക്കാം, ഒന്ന് 4 5 നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി അത് ഫുള്ള് വേണമെങ്കിൽ ഫുള്ളായിട്ടും എടുക്കാം, ചെറുതാണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ജേർണൽ അനുസരിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് വരച്ചു കൊടുക്കാം. ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ലൈൻസ് വരയ്ക്കാം, ഗ്രിഡ് ലൈൻസ് വരയ്ക്കാം, പിന്നെ നമുക്ക് എന്തെങ്കിലും ഇമോജീസ് വരയ്ക്കാം, പിന്നെ എന്താ പറയുക നമ്മൾ ഈ ബോഹോ ആർട്ടൊക്കെ ചെയ്തില്ല അതുപോലത്തെ കുറച്ച് എന്തെങ്കിലും ഇമോജീസ് വരച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള എന്ത് വേണം ചെയ്യും. ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടാലറിയാം, ഭയങ്കര സിമ്പിളായിട്ടുള്ള പാറ്റേൺസാണ് ഞാൻ വരച്ചു. ഞാൻ സിമ്പിളായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സാട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചാൽ ആ ചെറിയ ഐറ്റംസ് വെച്ചിട്ട് ഞാനൊരു പാറ്റേൺ പേപ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാക്കാം. ആ ചെറിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ, കാരണം സിമ്പിളാണ്. ജസ്റ്റ് ഒരു റെഡ് കളറിൽ 2 റൗണ്ട് വരയ്ക്കുക, ഒരു ലീഫ് വരയ്ക്കുക, സിമ്പിളല്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പാറ്റേൺ പേപ്പേഴ്സൊക്കെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ പാറ്റേൺ പേപ്പേഴ്സ് കണ്ടറിയും, വളരെ സിമ്പിളാണ്, കുഞ്ഞു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന പാറ്റേൺ പേപ്പേഴ്സാട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പാറ്റേൺ പേപ്പേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏത് പാറ്റേൺ പേപ്പർ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വാഷി ടേപ്പാണ് നോക്കുന്നത്. വാഷി ടേപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റാണ് വാഷി ടേപ്പ്. ഒരുപാട് പേർക്ക് സങ്കടമുണ്ട്. ഈ പറഞ്ഞ എനിക്ക് എൻ്റെ സങ്കടം, എൻ്റെ കയ്യിൽ വാഷി ടേപ്പൊന്നും ഇല്ലല്ലോ എന്ന് ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാഷി ടേപ്പ് ഇല്ല, അപ്പോൾ പിന്നെ നമുക്ക് എന്തുകൊണ്ട് വാഷി ടേപ്പ് ഉണ്ടാക്കിക്കൂടാ, അതുകൊണ്ടാണ് ഞാൻ വാഷി ടേപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാഷി ടേപ്പിനും പേപ്പർ തന്നെ യൂസ് ചെയ്തേക്കുന്നത് 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ വിട്ടിൽ നമുക്ക് ബ്രഷ് പെന്നോ അല്ലെങ്കിൽ പെയിൻറ്റില്ലേ, നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം നമ്മൾ പേപ്പറിൽ ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. പെയിൻറ്റോ ബ്രഷ് പെൻ, ഞാനിവിടെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒന്നെങ്കിൽ നമുക്ക് കളർ മാത്രമായിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് പാറ്റേൺസൊക്കെ യൂസ് ചെയ്യാം. പ്ലെയിനായിട്ട് കിടക്കുന്നേക്കാളും കുറച്ച് പാറ്റേൺസൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പിന്നെ പ്ലെയിൻ വേണ്ടെന്നുള്ളവർക്ക് പ്ലെയിൻ ഓക്കെ ആയിരിക്കും. നമ്മൾ വിൻറ്റേജ് ജേർണലൊക്കെ ചെയ്തില്ല, വിൻറ്റേജ് ജേർണൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബ്രൗൺ ഷെയ്ഡിൽ നമ്മൾ വാഷി ടേപ്പ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാനിവിടെ പാറ്റേൺസും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്ലെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ വാഷി ടേപ്പ്സ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റാമ്പ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ സ്റ്റാമ്പ് ഉണ്ടാക്കാൻ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അക്രിലിക് ബോട്ടിലുണ്ടല്ലോ, അക്രിലിക് ബോട്ടിലാണ് ഞാൻ അളവിനായിട്ട് എടുക്കുന്നത്. എന്നിട്ട് ആ ബോട്ടിൽ യൂസ് ചെയ്ത് കുറച്ച് സർക്കിൾസ് ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. സർക്കിൾസ് വരച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്ത് ബ്രഷ് പെൻ യൂസ് ചെയ്ത് ആ സർക്കിൾസൊക്കെ ഒന്ന് കളർ ഫിൽ ചെയ്യുന്നുണ്ട്. ഒരു കളർ ഞാൻ ഡബിളായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഒരേ ഷെയ്ഡിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിഫറൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം, എന്ത് വേണം യൂസ് ചെയ്യാം. ഞാൻ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് മാർക്കേഴ്സ് ആണ് കേട്ടോ. ഈ ബ്രഷ് പെൻ യൂസ് ചെയ്തതിന് ശേഷം അക്രിലിക് മാർക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ അക്രിലിക് മാർക്കറിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇത് എവിടെ വേണം യൂസ് ചെയ്യാൻ പറ്റും, ഗ്ലാസ്സിലോ സ്റ്റോണിലോ ഐസ്ക്രീം സ്റ്റിക്കിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്രഷ് പെൻ വെച്ച് വരച്ചതിന് ശേഷം അതിൻ്റെ പുറത്തും നന്നായിട്ട് തെളിഞ്ഞ് കാണും കേട്ടോ. പിന്നെ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സ്റ്റാമ്പ്സ് ഐഡിയാസ് ആണ് കേട്ടോ. പിന്നെ ഭയങ്കര നന്നായിട്ട് വരയ്ക്കുന്നവരൊക്കെ ഇത് കണ്ട് മോശമൊന്നും പറയരുത്, ഞാൻ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റാമ്പ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് പോർഷനിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് ചെയ്ത് നമുക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ലാസ്റ്റ് നമ്മൾ കുറച്ച് ക്യൂട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരയ്ക്കാൻ അറിയാമെന്നുള്ളവർക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഞാൻ പിന്നെ അത്ര വരയ്ക്കാൻ എക്സ്പേർട്ടൊന്നും അല്ല, പിന്നെ എൻ്റേതായ രീതിക്ക് കുറച്ച് ക്യൂട്ടായിട്ട് തന്നെ കുറച്ച് പിക്ചേഴ്സായിട്ട് ഞാൻ വരയ്ക്കുന്നത്. പിന്നെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോടായിട്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെയാണ് ക്യൂട്ടെന്നൊന്നും ചോദിക്കരുത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുഞ്ഞു പിക്ചേഴ്സൊക്കെ ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവർക്ക് നന്നായിട്ട് വരയ്ക്കാം. പിന്നെ പിൻട്രസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പിക്ചേഴ്സ് കിട്ടും. ഞാൻ പിന്നെ സിമ്പിളായിട്ടൊന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു സെലോ ടാപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ പിന്നെ അങ്ങനെ ചെയ്യുന്നില്ല, മടിയായിരുന്നു, ഞാൻ അങ്ങനെ വരച്ച് നോക്കി. എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പാറ്റേൺ പേപ്പേഴ്സാണോ, സ്റ്റിക്കേഴ്സാണോ, വാഷി ടേപ്പാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.